വയനാട് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തികൾ അവതാളത്തിലെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെടലുമായി സർക്കാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ തിരിച്ചെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരെ മാറ്റിയത് ഗൗരവമുള്ള കാര്യമാണെന്നും നിർമ്മാണ പ്രവൃത്തിയിൽ ഉഴപ്പാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് മന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം. കിഫ്കോണിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വിവരം ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ല. ഞാൻ ഇന്ന് റവന്യൂ മന്ത്രിയോട് ഈ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് തിരിച്ചയക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. അത് ആരോട് കൺസൾട്ട് ചെയ്യാതെ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട സബ്ജക്റ്റ് അല്ല. അത് അങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല, തർക്കമില്ല. ഈ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുമ്പോൾ റോഡ്സിൻ്റെ ബിൽഡിങ്സിൻ്റെ പിന്നെ ഈ ചുമതലയുള്ളതായിരിക്കുന്ന ആളുകളെ ഇവിടുന്ന് അങ്ങ് എടുത്തുകൊണ്ടുപോവുക അങ്ങനെ പറ്റൂല. ഇന്ന് റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയെടുക്കും. ഒരു കാര്യം കൂടി, മുബാറക് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മുബാറക്, ഈ ദുരന്തബാധിതർ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു പദ്ധതിയാണ്. അതിലാണ് ഇപ്പോൾ ന്യൂസ് മലയാളം വാർത്തയിൽ ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രി പറയുന്ന വിശദീകരണം എന്താണ്? സോന, ഒരു കണക്കിന് നോക്കിയാൽ അതായത് ഈ ദുരന്ത ബാധിതർക്ക് അല്പം ആശ്വാസകരമായിട്ടുള്ള ഒരു വാക്കുകളാണ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായതെന്നുള്ളതാണ്. അതായത് ഈ വയനാട് ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായിട്ടുള്ള നിർമ്മിക്കുന്ന ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിൽ ഈ അതായത് കിഫ്കോൺ ഉദ്യോഗസ്ഥരെയും അതുപോലെ COA അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഏറെ ആശങ്കയിലായിരുന്നു അവിടുത്തെ അതായത് ഈ പുനരധിവാസത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ വീട് നോക്കിയിരിക്കുന്ന ഈ ദുരന്തം നേരിട്ട ആളുകളെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയിലായിരുന്നു. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥരില്ലാതെ നോക്കി നടത്താൻ ആളുകളില്ലാതെ നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ന്യൂസ് മലയാളം വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രി ഇടപെട്ടിരിക്കുകയാണ്. ഇന്ന് റവന്യൂ മന്ത്രിയുമായി മന്ത്രി സംസാരിച്ചു എന്നുള്ളതാണ് മന്ത്രി പറയുന്ന കാര്യം. അതിൽ ഇത്തരത്തിൽ അതായത് ഈ സ്ഥലം മാറ്റിയിട്ടുള്ള കാര്യം ഇത് മുൻകൂട്ടി കരുതിയിട്ടുള്ള ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. എന്തായാലും ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ മാറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരികെ നിയമിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി ടി സിദ്ദിഖ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ആശങ്ക അവിടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു. കാരണം മഴ കൂടി എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പണി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഈ ദുരന്ത ബാധിതരെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോന, വയനാട് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തികൾ അവതാളത്തിലെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇപ്പോഴാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ തിരിച്ചെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുബാറക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.